നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. തൃശ്ശൂരിലെ കരവന്നൂർ സഹകരണ ബാങ്കിൽ CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ മന്ത്രാലയം എന്നിവയ്ക്ക് ED കൈമാറി. തൃശ്ശൂർ ജില്ലയിൽ വിവിധ സഹകരണ ബാങ്കുകളിൽ 25 അക്കൗണ്ടുകൾ ഉണ്ടെന്നും അതിൻ്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടില്ലെന്നും കമ്മീഷൻ നൽകിയ കത്തിൽ ED ആരോപിക്കുന്നു. BJPക്ക് ഗുണ്ടാപ്പിരിവ് നടത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED കൂലിപ്പണിയെടുക്കുകയാണെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. ഇലക്ട്രൽ ബോണ്ട് വഴി 8,251 കോടി രൂപ BJP പിടിച്ചെടുത്തത് ED ഉപയോഗിച്ചാണെന്നും അദ്ദേഹം ആരോപിച്ചു. രഹസ്യമായ ഫണ്ടില്ലെന്നും ഏതെങ്കിലും ഫണ്ടുണ്ടെങ്കിൽ ED കണ്ടുപിടിക്കട്ടെ എന്നും അദ്ദേഹം മറുപടി പറഞ്ഞു. ഏതായാലും സജീവമായ തെരഞ്ഞെടുപ്പ് ചർച്ചയായിരിക്കുകയാണ് ഈ വിഷയം. തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന് ED പൂട്ടോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 3542 100. കണ്ണൂരിൽ നിന്നും ദാസനാണ് ആദ്യ പ്രേക്ഷകനെ എത്തുന്നത്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ED ഒരു സുപ്രധാനമായ വിഷയം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കത്ത് നൽകിയിരിക്കുകയാണ്. കരവന്നൂർ ബാങ്കിലടക്കം CPMന് രഹസ്യ അക്കൗണ്ട് ഉണ്ട്, മറ്റു ചില ബാങ്കുകളിൽ CPMന്റെ വിവിധ ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPMനെ പൂട്ടാൻ വേണ്ടിയുള്ള വഴിയാണോ അതോ സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണോ? ഇത് കുറച്ച് രാഷ്ട്രീയമുണ്ട്, പിന്നെ സത്യം തന്നെയാണ് സംഗതി. ഇത് CPM മാത്രമല്ല, എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ ആൾക്കാരും രഹസ്യ അക്കൗണ്ടിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതൊന്നും പുറത്ത് വരുന്നില്ല. ഇതെല്ലാം പുറത്ത് വന്നാൽ തന്നെ നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യമായി കളമൊക്കെ മാറിപ്പോകും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആരുടെ കയ്യിലെ പൈസ ഇല്ലാതെ കള്ളപ്പണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ മിക്കവാറും ആൾക്കാരുടെ കയ്യിലും. ചില ആൾക്കാരെ വീട് ശരിക്കും രഹസ്യമായിട്ട് ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ചില ആൾക്കാരെ വീട്ടിൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ തുറന്ന പോലെ പൊന്നും മണമൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും പുറത്ത് വരുന്നില്ല. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ആരും ഒരാളെ മാത്രം പറയണ്ട, പറ്റുന്ന ആൾക്കാരെല്ലാം ഏത് പോയി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും ED അന്വേഷിച്ച് കുറെ കണ്ടുപിടിക്കട്ടെ ഞാൻ പറയുന്നു. ശരി, രാഷ്ട്രീയമായാലും ശരി. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ആലത്തൂരിൽ നിന്നും ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPMനെ പൂട്ടാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ED വഴിയുള്ള തന്ത്രമാണോ അതോ സ്വാഭാവികമായും ഇത്തരം ചില രഹസ്യ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അത്തരം ചില രഹസ്യ നീക്കങ്ങൾ CPM നടത്തിയതിന്റെ ഫലമായി അന്വേഷണ ഏജൻസി കണ്ടെത്തിയ ഒരു സ്വാഭാവിക നീക്കം മാത്രമാണോ? ഞാനൊരു സഹകരണ ബാങ്കിൽ നിന്ന് ചീഫ് പോസ്റ്റ് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. അപ്പോ എവിടുന്നാണ് താങ്കൾ റിട്ടയർ ചെയ്ത്? ആലത്തൂർ സഹകരണ ബാങ്കിൽ. ഓക്കെ, നമസ്കാരം, പറഞ്ഞോളൂ. അപ്പൊ നന്നായി നടക്കുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന തന്നെയാണ് CPM. ശരി. അപ്പോ ഏകദേശം കാര്യങ്ങള് 36 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കരുവന്നൂരിനെ കുറിച്ച് നേരത്തെ അറിയാം. കരുവന്നൂര് എങ്ങനെ വന്നിരുന്നൊരു ബാങ്കായിരുന്നു പറഞ്ഞു സാറേ. അടിപൊളി ബാങ്കായിരുന്നു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനൊക്കെ അഭിമാനിക്കാവുന്ന ബാങ്കായിരുന്നു അത്. അപ്പോ നമ്മുടെ തത്വത്തിൽ പറഞ്ഞ പോലെ ഈച്ച് ഫോർ ആൾ ആൻഡ് ആൾ ഫോർ ഈച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് റോബർട്ട് ഓവനൊക്കെ. ഇപ്പൊ ഇതിലിപ്പോ ഈച്ച് ഫോർ അസ് ആയിപ്പോയി. ഇപ്പൊ അതാണ് ഇപ്പൊ ഈ തകരാറ് പറ്റിയത്. കാരണം അതിനെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാരും ഈ പാർട്ടിയും എല്ലാവരും കൂടിയിട്ട്, ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല, പുറത്ത് വന്നിട്ടുള്ളതാണല്ലോ. ഇത് എല്ലാവരും തെറ്റുപറ്റിയിട്ടുണ്ട്. അവിടെ ഡിപ്പാർട്ട്മെന്റിനെ തെറ്റുപറ്റിയിട്ടുണ്ട്. വിജിലൻസ് തൃശ്ശൂരിനാണ് വിജിലൻസിന്റെ ഓഫീസർ, അവരുടെ ഈ കോർപ്പറേറ്റീവ് വിജിലൻസ്, അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഇൻസ്പെക്ഷൻ, ഓഡിറ്റ്, സർപ്രൈസ് ഇൻസ്പെക്ഷൻ, ഇതൊക്കെ മൂടി വെച്ചിട്ട് ഈ പണി ചെയ്യണമെങ്കിൽ അപ്പൊ ഒരു കൂട്ടായ്മ ഇല്ലാണ്ട് നടക്കില്ല. ഈ കോർപ്പറേഷൻ ശരിക്കും നടന്നിരിക്കുന്നത് അവിടെ തന്നെയാണ്. വല്ലാത്തൊരു ഘട്ടം തന്നെയാണ് ഇത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പാലക്കാട് നിന്നും ജിതിൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജിതിൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ ED ഇലക്ഷൻ കമ്മീഷൻ അടക്കം കേരളത്തിലെ CPMന് രഹസ്യ അക്കൗണ്ടുകളുണ്ട്, അതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അതായത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് ഒരുപാട് പൈസ, സാധാരണക്കാരന്റെ പൈസ നഷ്ടപ്പെടുന്നുണ്ട്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കാരണം നമ്മളെ കണ്ടതാണ്, ഒരുപാട് സാധാരണക്കാര് നിക്ഷേപം അവർക്ക് തിരിച്ചെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ അതില് വസ്തുതയുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ അതില് കുറ്റക്കാരായ അവർക്കെതിരെ എന്തായാലും നിയമ നടപടികൾ വരും. അപ്പോ ഒരു ഇരവാദം പറയുന്നത് ശരിയല്ലല്ലോ. കാരണം ഇതിലിപ്പോ ഈ വാദം ഒരിക്കലും തൃശ്ശൂരുള്ളവരുടെ പറയാൻ കഴിയും. പാലക്കാടുള്ളവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചു പോയി. പക്ഷെ തൃശ്ശൂരിന്റെ ഗ്രൗണ്ടിൽ പോയിട്ട് വന്നിട്ട് ഈ കരുവന്നൂർ CPMന് വേട്ടയാടുമെന്ന് പറഞ്ഞാൽ പൊതുജനം പറയുന്നവരെ നോക്കി ചിരിക്കും, പരിഹസിക്കും. കാരണം എന്താ പറയുക, അവരിന്റെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്ന പൈസ നഷ്ടപ്പെട്ടവന്റെ വേദനയുണ്ടല്ലോ, അത് തിരിച്ചറിയാൻ കഴിയണം. കാരണം ഇതൊന്നും CPM പറയുന്ന ഇരവാദമൊന്നും സാധാരണ ജനങ്ങൾ പുച്ഛിച്ചിട്ടുള്ളൂ. അല്ലാതെ ED വേട്ടയൊന്നുമല്ല, സാധാരണക്കാരന്റെ പൈസ പോയിരിക്കുന്നു.
അല്ലാതെ ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? ആദ്യം തന്നെ ഇന്നലെ സിദ്ധാർത്ഥന്റെ പ്രശ്നം നമ്മള് പ്രൈം ടൈമില് ചർച്ചയ്ക്ക് കൊണ്ടുവന്നതിൽ നന്ദിയുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതേക്കുറിച്ച് പറയാം. ശരി, ഞാൻ തൃശ്ശൂര് തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് ഇപ്പൊ 7 പേരുടെ മരണം പ്രത്യക്ഷമായോ പരോക്ഷമായോ സംഭവിച്ച ഒരു സംഭവമാണ് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് നല്ല വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ഇരവാദം എന്ന് പറഞ്ഞ് CPM-ന് ഇതിന് തടി തപ്പാൻ പറ്റുമോ? ഇത് വെറും രാഷ്ട്രീയമായിട്ട് ഇവര് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നുള്ളൂ. അവിടെ നടന്നതെല്ലാം വളരെ എം.വി. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് കള്ളപ്പണം ഉണ്ടെങ്കിൽ ഇ.ഡി. അന്വേഷിക്കല്ലേ, അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നാണ് പറഞ്ഞത്. തീർച്ചയായും കണ്ടുപിടിക്കണമല്ലോ കള്ളത്തരം. ഇതിൽ ഇലക്ഷനും ഒന്നും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ലെന്നേ. ഇത് രാഷ്ട്രീയക്കാരങ്ങനെ പറയും, ഇത് ഇലക്ഷൻ കാരണം അങ്ങനെയാണ്. നമ്മൾ പൊതുജനം എന്ന് പറയുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളും ഒരിക്കലും അതിന് വില കൊടുക്കണ്ട. ഇതിൽ പൂർണ്ണമായി അങ്ങനെ പറയാൻ കഴിയുമോ? ചില ഈ കേസിലായാലും പല സ്ഥലങ്ങളിലും ഈ ഇ.ഡി. ഇലക്ഷൻ പ്രമാണിച്ച് കൂടുതൽ, ഇപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് അറിയില്ല. എന്തായാലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇ.ഡി. ഇലക്ഷൻ പ്രമാണിച്ച് വലിയ നോട്ടീസ് കൊടുക്കും, പലരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ചയാവുന്നത്. ഉണ്ടാവാം. അതിപ്പോ ആര് ഭരിച്ചാലും കുറച്ചൊക്കെ എതിർ കക്ഷികളോ രാഷ്ട്രീയം പ്രയോഗിക്കുന്നുള്ളത് ശരി. പക്ഷെ നമ്മൾ കരുവന്നൂരിനെ ഒന്നും ആ ഒരു ഇതിലേക്ക് ഒരു കാരണവശാലും കൂട്ടാൻ പറ്റില്ല. അത് നിങ്ങൾക്കൊക്കെ ഞങ്ങളെക്കാൾ വ്യക്തമായിട്ട് അറിയാമല്ലോ. നിങ്ങളാണല്ലോ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുള്ളവർ തന്നെ. അതിന്റെ ഒരു നന്ദി കൂടെ നിങ്ങൾ പത്രപ്രവർത്തകരോട് ഞങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. എപ്പോഴും നിങ്ങളാണ് എല്ലാ പോലീസിനെയോ മറ്റുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിശ്വസിക്കുന്ന പത്രക്കാരെ തന്നെയാണ്. കാരണം നിങ്ങളാണ് ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ മുറികളിൽ, ഞങ്ങൾ ഇരിക്കുന്ന കിടപ്പുമുറിയിൽ നിങ്ങൾ ഈ സംഭവം എത്തിക്കുന്നത് നിങ്ങൾ തന്നെയാണല്ലോ തീർച്ചയായും. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ദയവായി നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾ തീർച്ചയായും അതിന് പോലീസിന്റെ അല്ലെങ്കിൽ ഇ.ഡിയുടെ കൂടെ തന്നെ ഇപ്പോൾ നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശരി, നമ്മളെന്തായാലും അങ്ങനെ ആരുടെയും കൂടെ ഇ.ഡിയുടെയോ പോലീസിന്റെയോ അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ ഒന്നും കൂടെയല്ല. നമുക്ക് കിട്ടുന്ന വാർത്തകൾ നമുക്ക് ശരിയാണെന്ന് ബോധ്യമുള്ള വാർത്തകൾ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിൽ മറ്റ് ഏതെങ്കിലും ഏജൻസികളുടെയോ അല്ലെങ്കിൽ ബാങ്കിന്റെ കൂടെ രണ്ട് ഭാഗത്തും നമുക്ക് നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. CPM-നെ പൂട്ടുവാൻ ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒന്നുമല്ല സാർ. അഥവാ CPM-നെ കേരളത്തിൽ പൂട്ടണമെന്ന് വിചാരിച്ചാൽ BJP ഒരു ആഹ്വാനം ചെയ്താൽ CPM-ന്റെ അഡ്രസ് കേരളത്തിൽ ഉണ്ടായിരിക്കും. അതാടെ ഇരിക്കട്ടെ. പിന്നെ ഇവരൊന്ന് അതെങ്ങനെയാണ് ശ്രീ ബാലകൃഷ്ണൻ അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്? കേരളത്തിൽ അത്ര പെർസെന്റേജ് വോട്ട് കയ്യിലുണ്ട്, അതാണ് അഹങ്കാരം. അങ്ങനെ ഇവരെ പൂട്ടണമെന്ന് ഞങ്ങൾ തീരുമാനം കൂട്ടിയിരിക്കും. ശ്രീ ബാലകൃഷ്ണൻ കുറെ കാലമായി BJP അങ്ങനെ വിചാരിക്കുന്നതല്ലാതെ കേരളത്തിൽ ഒരു നിയമസഭയിലേക്കോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു അക്കൗണ്ട് കിട്ടി അതും പൂട്ടിപ്പോയി ലോക്സഭയിലേക്കോ ഒന്നും അക്കൗണ്ട് തുറക്കുന്നില്ല. പിന്നെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയെ പൂട്ടിക്കാൻ വിചാരിച്ചാൽ പൂട്ടിക്കാൻ BJPക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ തെളിവ് വേണ്ടേ? കോൺഗ്രസ്സുകാരും CPM-മാരൊക്കെ അത് പറഞ്ഞാൽ പരസ്പരം നമുക്ക് വിശ്വസിക്കാം. അല്ല സർ, ഞാൻ പറയുന്നത് വോട്ടിന്റെ കണക്ക് വെച്ചിട്ടാ. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ 90 മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട്. ഒരു മണ്ഡലത്തിൽ പോലും ഭൂരിപക്ഷം ഇതുവരെയും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഒറ്റ മണ്ഡലത്തിൽ നേമത്ത് മാത്രമാണ് ഒരിക്കലും ഒരു ഭൂരിപക്ഷം കിട്ടിയത്, ബാക്കി എവിടെയും കിട്ടിയിട്ടില്ല. അത് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാവുകയും ചെയ്തു. അത് സാർ തിരുത്തുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ 90ഓളം മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മറഞ്ഞാൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അഥവാ CPM-നെ പൂട്ടണമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് അങ്ങനെ ആഹ്വാനം ഉണ്ടെങ്കിൽ ഞങ്ങൾ അണികളോട് ആവശ്യപ്പെട്ടാൽ CPM-നെ നിഷ്പ്രമാക്കുവാൻ ഒരു പ്രശ്നമില്ല. അതാണ് ഇരിക്കട്ടെ സാർ. അങ്ങനെ താങ്കൾ പറഞ്ഞു പോകുമ്പോൾ കേരളത്തിലെ CPM-നെയോ കോൺഗ്രസിനെയോ ഒന്നും തകർക്കാൻ ഇതുവരെ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ സ്വന്തം നിലയിൽ അക്കൗണ്ട് തുറക്കാൻ പോലും കഴിയാത്തൊരു പാർട്ടി ഞങ്ങൾ വിചാരിച്ചാൽ അവരെ അങ്ങ് പൂട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ വിശ്വസിച്ചോളണമെന്നില്ല. ഞങ്ങൾക്കറിയാം എത്ര മണ്ഡലത്തിൽ ഞങ്ങളുടെ വോട്ട് ആഹ്വാനം, ഞങ്ങളെ വോട്ട് ചെയ്യില്ല. അപ്പൊ എങ്ങനെയാണ് വോട്ട് മറ്റു പാർട്ടികൾക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്? മറച്ചു കൊടുത്താൽ ഇൻ കേസ് വേണ്ടി പൂട്ടിക്കുവാണെങ്കിൽ ഈ ഇടിയെ ഒന്നും ഉപയോഗിക്കണ്ട. ഞങ്ങളെ വോട്ടർമാർ മാത്രം വോട്ടല്ലേ മറിച്ചു കൊടുക്കാൻ കഴിയും? അതോ മറിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണോ നേരത്തെ? അതൊക്കെ നിങ്ങൾക്ക് ബാധിക്കാം. നിങ്ങളുടെ ചാനൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ബാധിക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ഇടതുപക്ഷത്തോട് ഗോവിന്ദൻ സാറോട് പറയേണ്ടത് എന്താണെന്നറിയോ? ED അന്വേഷിക്കേണ്ടത് 2027, 28, 29 നടത്താൻ പറ്റൂല, 26 നടത്താൻ പറ്റൂല. തെരഞ്ഞെടുപ്പില്ലാത്ത സമയത്ത് അത് നടക്കുന്ന കാര്യമല്ല സാർ. കള്ളന്മാർ മുഴുവൻ ജയിലിൽ പോകും. ഇപ്പം കാണുന്നില്ലേ, കുറെ കാലമായി കേരളത്തിലെ മറ്റേ സ്വർണ്ണ കേസൊക്കെ അന്വേഷിക്കുന്നില്ല, കടത്ത് കേസൊക്കെ അന്വേഷിക്കുന്നല്ലോ. പക്ഷെ അതിലൊന്നും ആവുന്നില്ല. EDയുടെ അന്വേഷണം നടക്കുന്നില്ല, അതിലൊന്നും ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ ഏജൻസി അങ്ങനെ നമുക്ക് ഒരു പരിധിക്ക് പുറം വിശ്വസിക്കാൻ കഴിയും? ഞാനൊന്ന് ചോദിക്കട്ടെ സാർ, നാഷണൽ അവാർഡ് കേസ് എപ്പാണ് എഴുതിയത്, ഉണ്ടാക്കിയത്? 2013 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ കേസ് BJP തടഞ്ഞു വെച്ചിട്ടാണോ നടക്കാത്തത്? അപ്പൊ അന്വേഷണത്തിന് സമയം ഉണ്ടാവും. ED എന്ന് അത് പ്രത്യേകിച്ചും മോഡിയുടെ സർക്കാർ അന്വേഷിക്കുമ്പോൾ വ്യക്തമായ തെളിവ് കിട്ടിയാൽ ഉള്ളിലിടും, അറസ്റ്റ് ചെയ്യും. അത് അരവിന്ദ് കെജ്രിവാൾ അതെല്ലാം വരുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രമേ അന്വേഷണം വരുന്നുള്ളൂ.
പ്രതിപക്ഷത്തുള്ള കള്ളന്മാരെ കൂട്ടായിയാണ്. ഭരണപക്ഷത്തില്ലേ? ഭരണപക്ഷത്തുണ്ടെങ്കിൽ ഇവർ ഭരിക്കുന്ന സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ഒരു കാണിക്കട്ടെ. അതല്ലേ ഭരണപക്ഷത്തേക്ക് വന്ന പല ആൾക്കാർക്കെതിരെ ഉണ്ടായിരുന്ന കേസുകളുടെ ഒക്കെ സ്ഥിതി എന്തായി? സ്ഥിതി അങ്ങനെ പലതും ഉണ്ടാവും. അങ്ങനെ രാഷ്ട്രീയ ഉപമ പറയാനുണ്ട്. സത്യസന്ധമായി അന്വേഷിച്ച് ഉള്ളിൽ പോകുമ്പോൾ കള്ളന്മാരെ കൂട്ടായിക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ അതിനെ എതിർത്ത് തോൽപ്പിക്കും. യാതൊരു സംശയവും വേണ്ട. കെജ്രിവാളിനെ 15 ദിവസം കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അദ്ദേഹം ടേബിളിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം കൂടുതൽ നാൾ കിടക്കേണ്ടി വരും ഈ ഗവൺമെന്റ് ഭരിക്കുന്നെങ്കിൽ. അതിന് യാതൊരു സംശയമില്ല. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഭീകരവാദത്തിനും ഈ ഗവൺമെന്റ് ഒരു സ്ഥാനം കൊടുക്കൂല. അജിത് പവാറിനെതിരെയൊക്കെ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ BJP-ലേക്ക് വന്ന ശേഷം പിന്നീട് കേസും ഇല്ല, ഒന്നുമില്ല, എല്ലാം പോയി. അല്ല, അജിത് പവാറിന് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് തെളിവുണ്ടെങ്കിൽ ഇവർ നേരത്തെ കോടതി പോകട്ടെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടി പോകേണ്ടതുണ്ട്. കൊല്ലത്തൊന്നും വിജയകുമാറാണ്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ക്ഷമിക്കണം, വിജയകുമാറല്ല, വിജയൻ. ശ്രീ വിജയൻ, ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നുള്ള ഒരു പൂട്ടാണോ, അതോ സ്വാഭാവികമായും ചെയ്ത ഒരു ക്രമക്കേടിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വന്ന ഒരു നീക്കം മാത്രമാണോ? ഇത് സ്വാഭാവികമായൊരു നിയമ നടപടിയല്ലേ സാറേ? ഇത് ഏത് മനുഷ്യനാ മനസ്സിലാവാത്തത്? കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്നത് ഏത് മനുഷ്യനാ ഇത് മനസ്സിലാവാത്തത്? പറഞ്ഞോളൂ താങ്കൾ. ഇത് ഏത് മനുഷ്യനാ മനസ്സിലാകാത്തത്? ഈ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാവും. ഈ കരവന്നൂരിലെ ആയാലും കണ്ടലയിലെ ആയാലും എവിടുത്തെ ആയാലും ഇതെല്ലാം ഇടതുപക്ഷ സഖാക്കള് അവരുടെ മന്ത്രിമാരും മറ്റ് സഖാക്കളും എല്ലാരെയും കൂടെ വെച്ചും കൊണ്ടല്ലേ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ അഴിമതികൾ മുഴുക്ക നാട്ടുകാരന്റെ പാവപ്പെട്ടവന്റെ കാശെടുത്ത് അവരുടെ ഇഷ്ടം പോലെ ചെലവാക്കിയിട്ട് പൈസ ചോദിക്കാൻ ചെല്ലുന്നതിന് നിങ്ങൾക്ക് എന്തോ ഇപ്പൊ ആവശ്യം? ഇതൊക്കെയാണോ ചോദിക്കുന്നത്? ഒരു ബാങ്കിൽ ചെല്ലുന്നതിന് നിങ്ങളുടെ ആവശ്യം പറയാനാ പറയുന്നത്. കല്യാണം പറയണം, സുഖമില്ലെന്ന് പറഞ്ഞാൽ സുഖമില്ലെന്ന് പറയണം, 10,000 എങ്കിൽ 10,000 മേലോട്ട് തരത്തില്ല. ഇതൊക്കെയാണോ ബാങ്കിൽ കാശ് കൊണ്ടിട്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണോ സാറേ ചെയ്യുന്നത്? ഇതിനെയൊക്കെ ആരാ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നത്? അവരുടെ പാർട്ടിക്കാർക്ക് പോലും ന്യായീകരിക്കാൻ പറ്റില്ലല്ലേ? ഇത് ആര് ന്യായീകരിക്കുന്നത്? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ആ ബാങ്കിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രഷറുണ്ട്. രവിചന്ദ്രൻ പിള്ളയാണ് അഞ്ചാലിൻ മൂടുന്നും. ശ്രീ രവിചന്ദ്രൻ പിള്ള, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. സാറേ, ഈ കരുവന്നൂർ ബാങ്കിലെ ED-യുടെ അന്വേഷണം തുടങ്ങിയത് കേജ്രിവാളിന്റെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് കണ്ട് തുടങ്ങിയതാണ്. ഇത് നമുക്കറിയാവുന്ന അതേ കണക്ക് തന്നെ മാസപ്പടി ED-യുടെ അന്വേഷണം, പിണറായി വിജയന്റെ മോളെ, ഇതൊക്കെ എന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റണ്ടയാ? ഇത് ഇവര് തമ്മിൽ ഒരു ഒത്തുകളിയാ. ഇതെന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് പോകുന്ന ഒരു കേസ് കേട്ടാ. ഇത് ഒരിക്കലും സാധാരണക്കാരായ ജനങ്ങൾക്ക് പൈസ കിട്ടും ചിലപ്പം. കാരണം പ്രധാനമന്ത്രിയുടെ ഒരു വാട്സപ്പോ ഒരു സംസാരം നമ്മൾ ചാനലുകളിൽ കേട്ട് അതുകൊണ്ട് ചിലപ്പം ഇത് കിട്ടുമായിരിക്കാം. പക്ഷേ ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ അഴിമതികളെ കാശ് മൊത്തവും ഇവന്മാര് ചെലവാക്കുന്നത്, ഇവന്മാർക്ക് 5 or 6 അക്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നത് ഈ ബാങ്കിൽ തന്നെ. അത് കണക്ക് കേരളത്തിൽ ഇവര് ഭരിക്കുന്ന എത്ര ബാങ്കുകളിൽ ED കയറിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ പൈസ ഈ സഹകരണ മേഖലയിൽ കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം അന്വേഷിച്ച് കേസെടുക്കാൻ ഈ കേന്ദ്ര സർക്കാർ ED-ക്ക് പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പക്ഷേ വിജിലൻസിന് പറ്റത്തില്ലായിരിക്കാം. കാരണം പോലീസ് അവരെ കയ്യിലാണ്. അടുത്ത സർക്കാർ മാറുമ്പം ഇതെല്ലാം വെളിച്ചത്ത് വരും. കാരണം പറഞ്ഞാൽ 100%. കാരണം പറഞ്ഞാൽ ഈ കേരളത്തിൽ മഹാനായ വ്യക്തികൾ ഇരുന്ന കസേരയാണ് എന്ന് പറഞ്ഞാൽ EK നായനാര്, K കരുണാകരൻ, ഉമ്മൻചാണ്ടി, ES അച്യുതാനന്ദൻ, അങ്ങനെ പല പ്രമുഖനായി ഇരുന്ന കസേര ഇരുന്ന് ഭരിക്കുന്നത് ഇപ്പൊ ആരാ? ഉണ്ടയില്ലേ? അഴിമതി എന്ന് പറഞ്ഞാൽ സ്വന്തം. അങ്ങനെ നിങ്ങൾ ഒരാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം, പക്ഷെ ആ തരത്തിലേക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. കേരളം രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാം, പക്ഷേ ഈ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു മാന്യമായ ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ആര് പറഞ്ഞു? 100% നമ്മൾ ഇത് കാണുന്നില്ല. അതെങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ ആ തരത്തിലേക്ക് ഏതെങ്കിലും അദ്ദേഹം എവിടെയെങ്കിലും ഗുണ്ടാപ്പണി നടത്തിയതായി കേസുകളുണ്ടോ? ഇപ്പൊ മാസപ്പടി ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ മാസപ്പടി ആരോപണം ഉന്നയിച്ചതിന് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. അത് കേട്ടുകൊണ്ടിരുന്നത് അങ്ങനെ വിഷയങ്ങളുള്ളതാണ്. പിന്നെ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി 2 തവണ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ ഗുണ്ടയാണ് എന്നൊക്കെ താങ്കൾ പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയും?
മുണ്ടയുടെ നവകേരള സദസ്സിൽ ഒരു മുഖ്യമന്ത്രി നടത്തുന്ന പരിപാടിക്കകത്ത് നവകേരള സദസ്സിൽ ഒരു മുഖ്യമന്ത്രി നടത്തുന്ന അത് പരിപാടി മുഖ്യമന്ത്രിയെ മറ്റാരെങ്കിലും സംവിധാനം പാർട്ടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും ചെയ്തതിന്റെ പേരിൽ ഒരു മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിക്കേണ്ട ആരോപണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രമസമാധാനം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, അത് താങ്കൾക്ക് ഉന്നയിക്കാം അങ്ങനെ ആരോപണം. പക്ഷെ അതിന് പകരമായി ഒരാളെ ഗുണ്ട എന്ന് വിളിക്കുന്നത് താങ്കൾ ഒരു രാഷ്ട്രീയമായ മാന്യമായ ഒരു ആരോപണമല്ല. അത് ചെയ്യരുത്. അതേ പറഞ്ഞു. പാർട്ടി സെക്രട്ടറി ഇരിക്കുമ്പോ പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനമൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾക്കെതിരെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, താങ്കൾക്ക് ആരോപണം ഉന്നയിക്കാം, അദ്ദേഹത്തിന് ക്രമസമാധാനം പാലിക്കാൻ കഴിഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ ശരിയായ തെറ്റായ ഒരുപാട് ആരോപണങ്ങൾ രാഷ്ട്രീയക്കാർ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഈ തരത്തിൽ ഒരാളെ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ കൊല്ലത്ത് വന്ന് പ്രസംഗിക്കുമ്പോൾ ഇപ്പോഴത്തെ ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന MK പ്രേമചന്ദ്രന്റെ അതൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞില്ലേ? അതൊക്കെ ശ്രീ രവീന്ദ്രൻപിള്ള, അത് ഒരുപാട് കാലം കഴിഞ്ഞ്. ഞാൻ പറഞ്ഞത് താങ്കൾ അങ്ങനെ ഒരു വാക്ക് ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ താങ്കൾ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കേണ്ടെന്ന് പറഞ്ഞില്ല. അത് താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കി ഇത് എന്ന് മാറും. ഈ ജനം പൊറുതിമുട്ടി നടക്കൂല്ലേ? ശരി, ഓക്കെ. എന്തായാലും സർക്കാർ മാറോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കാലത്താണ്. തെരഞ്ഞെടുപ്പിലാണ് ജനം വിധി എഴുതുന്നത്. എന്തായാലും നിലവിൽ സർക്കാരിന് വിധി എഴുതിയിരിക്കുന്ന 5 വർഷത്തേക്കാണ്. ആ സർക്കാർ ഇപ്പോൾ തുടരുകയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും അജയ്കുമാറാണ്. ശ്രീ അജയ്കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സമയത്ത് ED ഇങ്ങനെ ഒരു കത്ത് നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇങ്ങനെ രഹസ്യ അക്കൗണ്ട് ഉണ്ടോ എന്ന് സംബന്ധിച്ച് ചിലപ്പോൾ സ്വാഭാവികമായ നടപടിക്രമമാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലാകാം. രണ്ടും ആവാനുള്ള സാധ്യതയിൽ ഏതാണ് താങ്കൾ കൂടുതൽ കാണുന്നത്? അല്ല, ഇതൊരു സ്വാഭാവികമായ നടപടിക്രമമായി ഞാൻ അതിനെ കാണുന്നുള്ളൂ. പിന്നെ ഈ രഹസ്യ അക്കൗണ്ട് എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിലോ ഒക്കെ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ KYC നോംസ് എല്ലാം കൊടുക്കണം. അപ്പൊ KYC നോംസ് കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് രഹസ്യം പരസ്യമായി കഴിയും. ഒന്ന് താങ്കളുടെ എന്റെ ഒക്കെ പേരിലായിരിക്കും അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ അന്വേഷണ ഏജൻസി വിളിച്ചു ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ പണമാണെങ്കിൽ ആണെന്ന് പറയും, ഇല്ലെങ്കിൽ അത് അവിടെ വെച്ചാണ് അത് കള്ളപ്പണമാകുന്നത്. ഈ നമ്മുടെ പണമാണെങ്കിൽ അതിന്റെ സോഴ്സ് കാണിച്ചില്ലെങ്കിൽ അവിടെ വെച്ചാണ് ED നമ്മളെ പിടിക്കുന്നത്. അപ്പൊ ഇതിനകത്തിൽ ഒരു രഹസ്യാത്മകമായ ഒരു കാര്യവുമില്ല. ഇത് കൃത്യമായിട്ട് 4+4 8 എന്നുള്ള കൃത്യമായ കണക്കാണ് ED ഒരു അന്വേഷണ ഏജൻസിക്ക് ബാങ്കുകളിൽ നിന്നും സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും സാമ്പത്തിക കാര്യങ്ങളെ പറ്റി അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരാനുള്ളത്. നമ്മൾ വെറുതെ പറയുന്നതാണ് രഹസ്യമാണ്, അലിഗേഷനാണ് എന്നൊക്കെ. പിന്നെ ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ ഒന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ മഹാരാജ്യത്ത് ഈ ജനറൽ ഇലക്ഷൻ മാത്രം ഒരു 2-3 മാസത്തിനകം ഓരോ 5 വർഷം കൂടുമ്പോഴും നടക്കും. പക്ഷെ അതിനിടയ്ക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ സമയങ്ങളിലല്ലേ സ്റ്റേറ്റ് ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഇലക്ഷൻ വിവിധ സമയങ്ങളിലല്ലേ, ബൈ ഇലക്ഷൻസ് വരത്തില്ലേ? അപ്പൊ ഇലക്ഷൻ ഇല്ലാത്ത ഒരു ദിവസം എന്താണ്, ഒരു വർഷം എന്താണ് ഇന്ത്യയിൽ? നമ്മുടെ ഇദ്ദേഹത്തിന് കേജ്രിവാളിന് സമൻസ് കൊടുത്തത് കഴിഞ്ഞ വർഷം നവംബറിലാണ്. 9 സമൻസ്. എനിക്ക് തോന്നുന്ന നിയമപ്രകാരം 3 സമൻസിന് ഹാജരായില്ലേ 4ാമത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. അദ്ദേഹം 9 സമൻസിന് അദ്ദേഹം മറുപടി കൊടുക്കുകയോ ഹാജരാകുകയോ ചെയ്തിട്ടില്ല. ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നിയമലംഘനമല്ലേ? ഭരണാധികാരികൾക്ക് നിയമലംഘനം ചെയ്യാമോ? അങ്ങനെ ഇപ്പൊ തോമസ് ഐസക് സാറും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ ഒരു സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ED അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി പകപോക്കുന്നു. എന്തിനാ പകപോക്ക്? നിങ്ങളെ വിളിച്ചാൽ നിങ്ങളോട് ചെന്നിട്ട് പറയൂ, താങ്കളെ എന്നെ പോലീസ് വിളിച്ചാൽ ചെല്ലാതിരിക്കാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ ചാനലിലെ പ്രമുഖനായ ഒരു ആങ്കറാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറ്റുമോ? ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മളെല്ലാം നിയമനിഷേധം കാണിച്ചിട്ട് ഭരിക്കുന്ന ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇത് കേരളത്തിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന മുന്നണിയെ പറ്റി, LDFനെ പറ്റി കോൺഗ്രസ് ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇന്നാൾ അവരുടെ DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരെന്താണ് പറഞ്ഞത്? മാത്യു കൊള്ളനാടിനെതിരെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. കൊല്ലത്ത് നിന്നും ശ്രീ രാജനാണ്. ശ്രീ രാജൻ, താങ്കൾ ഈ വാർത്തയൊക്കെ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? അരുൺ സാറേ, ഇവിടെ വലിയൊരു തമാശ ഉണ്ടായി. കൊല്ലത്ത് ഞങ്ങളുടെ ഇവിടെ ഒരു വലിയ ബിസിനസ്സുകാരനുണ്ട്. പുള്ളി വലിയ എക്സ്പോർട്ടറും ഒക്കെയാ. പുള്ളി 25 കോടി രൂപ ബ്ലാക്ക് മണി ദുബായ് വഴി പുറത്തെങ്ങാണ്ടോട്ട് അയച്ചു. മിനിഞ്ഞാന്ന് ED വന്നിട്ടുണ്ടായിരുന്നു അന്വേഷിക്കാൻ. അപ്പൊ ഒരു ദിവസം മുന്നേ പുള്ളി BJP ചേർന്നു, മെമ്പർഷിപ്പ് കാണിച്ചിരിക്കുന്നത് ഞാൻ BJP ചേർന്നെന്ന്. ED തിരിച്ചുപോയി. അപ്പൊ ഇതിനുള്ള മരുന്ന് ഇത്രേ ഉള്ളൂ, BJP ചേരുക, ED തിരിച്ചു പോക്കോളും, ഒരു അന്വേഷണവും വരത്തില്ല. കേജ്രിവാൾ ചെയ്ത മണ്ഡിത്തരമാണ്. പുള്ളി കുറച്ചാളത്തെങ്കിലും 6 മാസമെങ്കിലും AAP രാജിവെച്ച് പിന്നെ BJP ചേർത്തിട്ട് ഒരന്വേഷണം വരത്തില്ല, ജയിലിൽ പോട്ടെ. ശരി, താങ്കൾ എന്തായാലും പറഞ്ഞ കഥ താങ്കൾ ഉണ്ടാക്കി പറഞ്ഞൊരു കഥയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾ സ്ഥിരമായി പറയുന്ന പോലെ ഒരു ട്രോളായി തന്നെ കരുതുന്നു. എന്തായാലും അതിനെ ആ അർത്ഥത്തിൽ തന്നെ എടുക്കുന്നു, അല്ലാതെ അതിനെ മറ്റേ ഒരാൾക്കെതിരെയുള്ള ആരോപണം എന്ന രീതിയിലേക്ക് കാണാൻ കഴിയുന്നില്ല. കോട്ടയത്ത് നിന്നും ശ്രീ സോമരാജൻ കൂടി പ്രതികരിക്കുന്നു. ശ്രീ സോമരാജൻ, താങ്കൾക്ക് പറയാം.
ഇതിപ്പം CPM-ന്റെ മടിയിൽ കനവില്ലെന്നുണ്ടെങ്കിൽ അവര് ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ED എപ്പോ വേണേലും വന്ന പോലെ പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയാണ് പ്രതികരിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അങ്ങനെയാണ് പറഞ്ഞത്. ഈ ഞങ്ങൾക്ക് കള്ളപ്പണം ഉണ്ടെങ്കിൽ ED വന്ന് പിടിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്. പിടിച്ചോട്ടെ, അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് ഈ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇവര് കാശ് തിരിച്ചു കൊടുക്കാത്തതിന്റെ കാരണം എന്നാ? കരുവന്നൂർ ബാങ്ക് മാത്രമല്ല, കേരളത്തിലെ പല സഹകരണ ബാങ്കിലും ആൾക്കാർക്ക് നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നില്ല. ഇപ്പം ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് 350 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ചാനലുകളും പത്രക്കാരും ഒക്കെ പറയുന്നത്. അപ്പൊ ഈ കാശ് എവിടെ പോയി? ഇത് ആര് പിടിക്കും? 2012 മുതൽ ഇവിടുത്തെ വിജിലൻസും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചൊക്കെ അന്വേഷിച്ചിട്ട് ആ ബാങ്കിലെ കുറെ ജോലിക്കാരെ അല്ലാതെ വേറെ ആരും പിടിച്ചിട്ടില്ലല്ലോ. ശരി, എന്തുകൊണ്ടാണ് പിടിക്കാത്ത? വിജിലൻസ് ഒക്കെ ഇവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ്, ഇതിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞവരും ബോധപൂർവം തന്നെ ഈ CPM എന്ന് പറയുന്ന സംഘടനയെ കുടുക്കുവാൻ വേണ്ടി ED കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ നീക്കങ്ങൾ എന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നാളെയും ഇതേ സമയം ഇതുപോലെ മറ്റു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി.